ഇക്കാര്യങ്ങൾ ഇപ്പോൾ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് 2 തവണ ചിന്തിച്ചിട്ടാണ് പറയുന്നത്. പക്ഷേ പറയാതിരിക്കുന്നത് അത്ര ശരിയല്ല എന്നൊരു തോന്നൽ. കാര്യം കേരളത്തിൻ്റെ എക്കാലത്തെയും ജീവിക്കുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് മുഖമാണ് സഖാവ് VS അച്യുതാനന്ദൻ. അദ്ദേഹം പുന്നപ്ര വയലാർ സമരമുഖത്ത് സജീവ സാന്നിധ്യം മാത്രമായിരുന്നില്ല എന്ന് കേരളത്തിലെ ചരിത്രം പഠിച്ച എല്ലാവർക്കും അറിയാം. ഇനി പറയാനുള്ളതാണ് ഏറെ പ്രാധാന്യമുള്ള രാഷ്ട്രീയ വിഷയം. VS 1 തവണ മുഖ്യമന്ത്രിയും 3 തവണ പ്രതിപക്ഷ നേതാവുമായി കേരളത്തിൻ്റെ നിയമസഭയിൽ ഗർജിക്കുന്ന സിംഹമായി മാറിയതും കേരളം കണ്ടതാണ്. പക്ഷേ എവിടെയാണ് VSന് പിഴച്ചത് എന്നും നമുക്ക് ഒന്ന് ആലോചിക്കേണ്ടി വരും. കേരളത്തിൽ ഒരുപക്ഷെ ഏറ്റവും അധികം തിരസ്കരിക്കപ്പെട്ട ജനനേതാവ് എന്ന നിലയിൽ തന്നെയാണ് VSനെ കേരളക്കാർ ഓർക്കുന്നത്. അതിന് മുൻപ് ചില കാര്യങ്ങൾ കൂടി പറയാം. ഇനി കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ നേരിടാൻ പോകുന്ന ഒരു വലിയ വിപത്തിനെ കൂടി ഓർമ്മിപ്പിക്കാം. സ്വത്വദുഃഖം എന്ന വലിയൊരു പ്രതിസന്ധിയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകളെ കാത്തിരിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് ഇത്തരത്തിൽ സ്വത്വദുഃഖം നേരിടാൻ പോകുന്ന മറ്റൊരു നേതാവ് എന്നുകൂടി പറഞ്ഞാലേ അത് പൂർണ്ണമാകും. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റായി ജീവിക്കാനും പ്രവർത്തിക്കാനുമുള്ള സ്വാതന്ത്ര്യം ഇത്തരം നേതാക്കൾക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്നത് പലരും തിരിച്ചറിയുന്നില്ല എന്നതാണ് സത്യം. പാർട്ടി ഒരു വ്യക്തിയിലേക്ക് ചുരുങ്ങുന്ന വിരോധാഭാസത്തിലേക്കാണ് സമകാലിക രാഷ്ട്രീയം പോയിക്കൊണ്ടിരിക്കുന്നത്. VSന് നേരിടേണ്ടി വന്നതും ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങളാണ്. പിണറായി വിജയൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്നപ്പോൾ തന്നെ അത് സംഭവിച്ചു തുടങ്ങി. VSന്റെ പിന്തുണയോടുകൂടിയാണ് പിണറായി വിജയൻ എന്ന നേതാവ്, ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, പാർട്ടിയുടെ അമരത്തേക്ക് വരുന്നത്. അതോടെ VS എന്ന നേതാവിൻ്റെ കഷ്ടകാലവും തുടങ്ങി എന്ന് പറയേണ്ടി വരും. പിണറായി വിജയൻ പറയുന്നിടത്ത് പാർട്ടി ചലിച്ചു തുടങ്ങിയതോടെ VSന് പാർട്ടിയിലുള്ള പ്രാധാന്യവും നഷ്ടപ്പെട്ടു തുടങ്ങി. ജനകീയനായ നേതാവ് എന്ന നിലയിലേക്ക് VS ഉയരുകയും ചെയ്തതോടെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്നും VSനെ അകറ്റി നിർത്തുക എന്നുള്ളതായി പാർട്ടിയുടെ അല്ലെങ്കിൽ പിണറായി വിജയന്റെ ലക്ഷ്യം. അതിനായി പാർട്ടി ജയിക്കുമ്പോൾ VSനെ മനഃപൂർവ്വം തോൽപ്പിക്കുക എന്ന നിലയിലേക്ക് പോലും ഈ കൗടില്യം വളർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ മാരാരിക്കുളത്ത് പോലും VS പരാജയത്തിൻ്റെ കയ്പിനീർ കുടിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ VSന് ഒരു അവമതിപ്പ് കൂടി ഉണ്ടാക്കി കൊടുക്കാൻ പിണറായി വിജയൻ എന്ന പാർട്ടി സെക്രട്ടറിക്ക് കഴിഞ്ഞു. അങ്ങനെ പാർട്ടി ജയിക്കുമ്പോൾ തോൽക്കാൻ വിധിക്കപ്പെട്ട VS ഏറെക്കാലവും പ്രതിപക്ഷത്ത് തന്നെയായിരുന്നു എന്ന് പറയുന്നതാണ് നല്ലത്. VS പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിച്ചിരുന്നത്. സർക്കാരിൻ്റെ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ അതിശക്തമായി തന്നെ പ്രതികരിക്കാനും പ്രതിഷേധിക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. നിരന്തരമായി ഇത്തരം പ്രവൃത്തികൾ പാർട്ടിയുടെ ഔദ്യോഗിക ഭാഗത്തു നിന്നും ഉയർന്നതോടെ പാർട്ടിയിലെ ഭിന്നത പരസ്യമായ രഹസ്യമായി തീർന്നു. മുഖ്യമന്ത്രി ആയപ്പോഴും ആഭ്യന്തര വകുപ്പ് പക്ഷേ VSന് നിഷേധിച്ചുകൊണ്ട് ആ സ്ഥാനത്ത് കോടിയേരി ബാലകൃഷ്ണനെ നിയോഗിക്കാനും പിണറായി വിജയൻ ശ്രദ്ധിച്ചു. ഇന്ന് പിണറായി വിജയൻ ആട്ടിയകറ്റി നിർത്തുന്ന മാധ്യമങ്ങളെ ഒരു കാലത്ത് ഒപ്പം നിർത്താനാണ് പിണറായി വിജയൻ ശ്രമിച്ചത്. നേതൃത്വത്തിനെതിരായി VSനെ കൊണ്ട് സംസാരിപ്പിക്കുക എന്നതായിരുന്നു അതിൻ്റെ ലക്ഷ്യം. അതിനായി ചോദ്യങ്ങൾ പോലും നൽകാൻ പിണറായി വിജയൻ തയ്യാറായിരുന്നു. അങ്ങനെ ഉയർത്തിയ ചോദ്യങ്ങൾക്കുള്ള മറുപടി യഥാർത്ഥ കമ്മ്യൂണിസ്റ്റിൽ നിന്നും ഉയരുന്നതുമായിരുന്നു. അതോടെ ലെനിനിസ്റ്റ് ആശയങ്ങൾക്ക് വിരുദ്ധമായി അച്ചടക്ക ലംഘനം സ്ഥിരമായി നടത്തുന്ന നേതാവായി VSനെ പാർട്ടി നേതൃത്വം മുദ്രകുത്തി. അങ്ങനെ 2009 VSനെ പൊളിറ്റ് ബ്യൂറോയിൽ നിന്നും പുറത്താക്കിക്കൊണ്ട് അച്ചടക്ക നടപടിയും എടുത്തു. പ്രകാശ് കാരാട്ടും അക്കാര്യത്തിൽ പിണറായി വിജയനൊപ്പം നിലകൊണ്ടതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതിനും കാരണം പിണറായി വിജയൻ വൈദ്യുത വകുപ്പിലിരുന്ന കാലത്ത് SNC ലാവലിനുമായി ബന്ധപ്പെട്ട് നടത്തിയ അഴിമതിയുടെ റിപ്പോർട്ട് CAG പുറത്തുവിട്ടിരുന്നു. ആ തിരിമറിയിലൂടെ ഖജനാവിന് വൻ നഷ്ടമുണ്ടായി എന്നായിരുന്നു CAG റിപ്പോർട്ട് നൽകിയത്. ഇതായിരുന്നു ഇരുവരും തമ്മിലുള്ള ഈ അകൽച്ചയ്ക്ക് കാരണമായി മാറിയത്. പക്ഷേ പിണറായി വിജയന്റെ മനസ്സിൽ അതൊരു ശത്രുതയായി വളരുകയായിരുന്നു. ആ ശത്രുതയിൽ ഇല്ലാതാക്കിയത് VS എന്ന ജനനേതാവിനെയായിരുന്നു. മുഖ്യമന്ത്രിയായ കാലത്ത് അനധികൃത കയ്യേറ്റങ്ങൾക്കെതിരെ നടത്തിയ പ്രവർത്തനങ്ങളെ തടയാനായി പിണറായി വിജയൻ നടത്തിയ ശ്രമങ്ങളും ഈ അവസരത്തിൽ തന്നെ ഓർക്കേണ്ടതാണ്. അതിനായി മുന്നണിയിലെ കക്ഷികളെ ചാക്കിലാക്കിക്കൊണ്ട് VSനെതിരായും അതുവഴി സർക്കാരിനെതിരായും വികാരമുണ്ടാക്കിയെടുക്കാൻ പാർട്ടി സെക്രട്ടറിക്ക് കഴിഞ്ഞു. ഇതോടെ VSന് എല്ലാത്തിൽ നിന്നും പിൻവാങ്ങേണ്ടി വന്നു. ഇടമലയാർ അഴിമതി കേസിൽ VS ജയിലിലേക്ക് അയച്ച ബാലകൃഷ്ണപിള്ളയുടെ പാർട്ടിക്ക് പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാം. പിണറായി വിജയനും അദ്ദേഹത്തിന്റെ സംഘവും കൂടി ബാലകൃഷ്ണപിള്ളയുടെ പാർട്ടിയെ കേരള കോൺഗ്രസ് BA 4 സീറ്റിന് വേണ്ടി ഒപ്പം നിർത്തിക്കൊണ്ടാണ് ജനനായകനുള്ള ബഹുമാനം അറിയിച്ചത്. മുഖ്യമന്ത്രി സ്ഥാനം VSന് സമ്മാനിച്ചത് മുൾക്കിരീടം തന്നെയായിരുന്നു എന്ന് ജനത്തിന് തന്നെ ബോധ്യമായി തുടങ്ങിയ കാലഘട്ടം തന്നെയായിരുന്നു അത്. അന്ന് ഉയർന്ന പ്രധാന ആക്ഷേപങ്ങളിൽ ഒന്നതായിരുന്നു. കേരളം ഭരിക്കുന്നത് ശിഖണ്ഡിയെ മുൻനിർത്തി പാർട്ടി സെക്രട്ടറിയാണെന്നായിരുന്നു പ്രധാനമായും ഉയർന്ന ആക്ഷേപം.
അത് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ മാത്രമായിരുന്നു VS പാർട്ടിക്ക് പ്രിയപ്പെട്ടവൻ. VSനെ മുന്നിൽ നിർത്തിക്കൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പുകളെ പാർട്ടി അഭിമുഖീകരിച്ചിരുന്നത്. രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾക്ക് വേണ്ടി VS നടത്തിയ പ്രവർത്തനങ്ങളും പ്രക്ഷോഭങ്ങളും മുന്നിൽ കണ്ടാണ് ജനങ്ങൾ VSന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചിരുന്നത്. ലോട്ടറി മാഫിയയ്ക്കും മണൽ മാഫിയയ്ക്കും ഭൂമാഫിയയ്ക്കും ബ്ലേഡ് മാഫിയയ്ക്കും തുടങ്ങിയുള്ള സാമൂഹ്യ വിപത്തുകൾക്കെതിരായി അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ ഒരിക്കൽ പോലും കേരളക്കാർക്ക് മറക്കാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. പക്ഷേ VSനെതിരായി ഫാരിസ് അബൂബക്കറിനെ പോലുള്ളവരെ വിശുദ്ധവൽക്കരിക്കുന്നതിനായി ഇടതുപക്ഷ മാധ്യമങ്ങളെ പോലും ചട്ടുകങ്ങളാക്കാൻ പാർട്ടി സെക്രട്ടറിക്ക് കഴിഞ്ഞു. അങ്ങനെ VS പാർട്ടിയിൽ നിന്ന് അകറ്റി നിർത്തിയിരുന്നവരെയൊക്കെ ചേർത്ത് പിടിക്കാനുള്ള പ്രായോഗിക രാഷ്ട്രീയ തന്ത്രമായിരുന്നു എക്കാലവും പിണറായി വിജയൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ വയലുകൾ നെൽകൃഷിക്ക് എന്ന ആശയത്തോടുകൂടി വെട്ടിനിരത്തൽ സമരം നയിച്ച VS എന്ന സമര നായകനെ പിണറായി വിജയനും സംഘവും വെട്ടിനിരത്തുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ ചെയ്തത്. PDP നേതാവ് അബ്ദുൽ നാസർ മദനിക്ക് കൊടുത്ത പ്രാധാന്യം പോലും VSന് കൊടുക്കാൻ പാർട്ടി നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് ശംഖുമുഖം സംഭവത്തിൽ നിന്ന് തന്നെ കേരളക്കാർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. ത്യാഗോജ്ജലമായ സമരങ്ങളായിരുന്നു VS എന്ന നേതാവിനെ ജനമനസ്സുകളിലേക്ക് എത്തിച്ചത്. പ്രായാധിക്യം മറന്നും മതികെട്ടാൻ മലകളിൽ പോലും നടന്നു കയറിയ VS എന്ന സഖാവിനെ മറക്കാൻ കേരളത്തിലെ രാഷ്ട്രീയാതീതമായി ചിന്തിക്കുന്നവർക്ക് പോലും കഴിയില്ല. VSനെ ജനം സ്നേഹിച്ചത് യഥാർത്ഥ സഖാവായി തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ്. സ്വത്ത് ദുഃഖവും പേറിയുള്ള സഖാവിൻ്റെ ജീവിതം പലർക്കും ഒരു തിരിച്ചറിവാണ് നൽകുന്നത്. യഥാർത്ഥ കമ്മ്യൂണിസം അവസാനിച്ചിരിക്കുന്നു. ഇനിയുള്ളത് പ്രായോഗിക രാഷ്ട്രീയത്തിൻ്റെ വോട്ട് ബാങ്ക് സംസ്കാരം മാത്രം എന്ന നിലയിലേക്ക് അധപ്പതിച്ച കമ്മ്യൂണിസം മാത്രം.